സുബ്ഹാനല്ലാഹ് വസ്സലി വസ്സലിം വബാരിക അലൈഹി. ഒരു മഹത്തായ ദിക്ർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം മുഅ്മിനീങ്ങളെ. വലിയ മഹത്വമുള്ള ദിക്റാണ്. ഒരുപാട് പേര് ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരുമാറാകട്ടെ. കടമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ഒരുപാട് പേര്. ഉസ്താദേ, ഇതിനൊക്കെ പരിഹാരം കിട്ടുന്ന ഒരു എന്തെങ്കിലും ഈ പരിശുദ്ധ റമളാൻ പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സാധാരണ മാസങ്ങളെക്കാൾ നമ്മൾ ദിക്ർ ചൊല്ലിയാലും ഖുർആൻ ഓതിയാലും നന്മകൾ ചെയ്താലും എല്ലാം അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്ന ഒരു മാസമാണ് പരിശുദ്ധ റമളാൻ. അപ്പൊ ഈ പരിശുദ്ധ റമളാൻ ഈ മഹത്തായ ദിക്ർ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ നമ്മൾ ചൊല്ലിയാൽ അല്ലാഹു എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത്, ദുഹാ നമസ്കാര ശേഷം ഈ ദിക്ർ ചൊല്ലി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങൾക്ക് തൊട്ടതിലെല്ലാം അല്ലാഹു ഉയർച്ച നൽകുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു നിങ്ങളുടെ ദുആക്ക് അതിവേഗം അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. അങ്ങനെയുള്ളൊരു മഹത്തായ ദിക്റാണ് എപ്പോഴാണ് ദുഹാ നമസ്കാര ശേഷമാണ് നമ്മൾ ചൊല്ലേണ്ടിയുള്ളത്. ദിക്ർ ഏതാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ എത്ര എണ്ണം ചെല്ലണമെന്ന് നമുക്ക് നോക്കാം. വലിയ മഹത്വമുള്ള ദിക്റാണ്. അല്ലാഹു എല്ലാത്തിലും ഉയർച്ച നൽകപ്പെടുന്ന ഒരു ദിക്റാണ്. പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കണം, നമ്മൾ പരിശുദ്ധ റമളാൻ മഹത്തായ റമളാൻ മാസത്തിലാണല്ലോ നമ്മൾ നിലകൊള്ളുന്നത്. ഒരു നോമ്പുകാരൻ ദുആ ചെയ്യുന്നതിനെ കുറിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്നറിയാമോ സഹോദരങ്ങളെ? ഒരു യഥാർത്ഥ നോമ്പുകാരൻ എപ്പോഴെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്താൽ നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ മനസ്സിലാക്കണം, യഥാർത്ഥ നോമ്പുകാരൻ എന്നാണ്. അല്ലാതെ നമ്മൾ ആരെങ്കിലും കുറിച്ച് പരദൂഷണം പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, വഴക്കുകൾ ഉണ്ടാക്കി, അങ്ങനെ നമ്മൾ സിനിമയും ടിവിയും കാണാത്തതൊക്കെ, പരിശുദ്ധ ഇസ്ലാം നിരോധിക്കപ്പെട്ടതൊക്കെ കണ്ട് ഇങ്ങനെ നോമ്പ് പിടിക്കുന്നവരെ കുറിച്ചല്ല. യഥാർത്ഥ നോമ്പുകാരൻ, ഒരു യഥാർത്ഥ നോമ്പുകാരൻ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൈയുയർത്തിയിട്ട് ദുആ ചെയ്താൽ മേഘങ്ങൾക്ക് മുകളിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ദുആ അല്ലാഹു 99% അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഹദീസുകൾ കാണാം. നിങ്ങൾ ഒരു യഥാർത്ഥ നോമ്പുകാരനായിരിക്കണം. നിങ്ങൾ ഒരു യഥാർത്ഥ നോമ്പുകാരനായിരിക്കണം. ഒരു യഥാർത്ഥ നോമ്പുകാരൻ എന്നത് ഇടയത്താഴത്തിന് എഴുന്നേറ്റ് അത്താഴം കഴിച്ച് സുഖമായി കിടന്നുറങ്ങി മൊബൈലിൽ കൂടിയും അല്ലാതെ എന്തും കണ്ടു പകൽ തോന്നിയതുപോലെ നടന്ന് ആരെ കുറിച്ചെങ്കിലും കുറ്റങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നവരാണ് യഥാർത്ഥ നോമ്പുകാരൻ. എന്നാലും കരുതില്ലേ സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ നോമ്പിനെ സൂക്ഷിക്കണേ. നിങ്ങൾ നോമ്പ് പിടിച്ചുകൊണ്ട് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുകയും ഖുർആൻ ഓതുകയും മറ്റൊരാളെ കുറിച്ച് ആക്ഷേപിക്കാനോ മറ്റൊരു മേഖലകളിൽ മോശപ്പെട്ട മേഖലകളിലേക്ക് കടന്നു പോകാനോ നിങ്ങൾ പാടില്ല. റബ്ബേ, എന്റെ നോമ്പ്, എന്റെ ഇബാദത്ത്, എന്റെ ശരീരം എന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പരിശുദ്ധ റമളാൻ ചെയ്ത നമ്മൾ പിടിച്ച നോമ്പുകളും ചെയ്ത നമസ്കാരങ്ങളും ചെയ്ത ദാനധർമ്മങ്ങളെല്ലാം മന്നാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാര് ദുആ ചെയ്തിരുന്നത്, അല്ലാഹുവേ റമളാനിനെ ഞങ്ങളെ റമളാനിലേക്കും നീ സലാം രക്ഷ നൽകണേ അല്ലാഹ്. അതായത് പരസ്പരം ഏറ്റുമുട്ടലുകളില്ലാതെ പൊരുത്തത്തിന്റെയും അടുപ്പത്തിന്റെയും സ്നേഹത്തിന്റെയും കബൂലിയത്തിന്റെയും റമളാനാക്കണേ അല്ലാഹ്. ഒരു നോമ്പുകാരൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു നോമ്പുകാരൻ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ തൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനവറുകൾ പറയുന്നതായി കാണാം, രണ്ടാളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന രണ്ടാളുകൾ ഒരേ സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഒരേ സമയത്ത് അവർ കടന്നു വന്നു. പക്ഷെ അതിൽ ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ഒരു പോരാളിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ആ ജിഹാദിൽ, ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹം പെട്ടെന്ന് ഷഹീദാവുകയും ചെയ്തു. എന്നാൽ മറ്റേയാൾ ഒരു വർഷം കൂടി താമസിച്ച്, അങ്ങനെ മഹാനായ തൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരു ഈ രണ്ടുപേരെ കുറിച്ച് എനിക്കറിയാം. ഞാൻ അങ്ങനെ ഒരു ദിവസം സ്വപ്നത്തിൽ കാണുകയുണ്ടായി, രണ്ടാളും സ്വർഗത്തിന്റെ കവാടത്തിൽ നിൽക്കുകയാണ്, ഞാനും അവിടെയുണ്ട്. അപ്പോഴാണ് സ്വർഗത്തിന്റെ മാലാഖ റിദ്വാൻ അലൈഹിസ്സലാം വരുന്നു. എന്നിട്ട് ഷഹീദായ മനുഷ്യനെക്കാളും ഷഹീദായ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി
ജിഹാദ് ചെയ്ത് ഷഹീദായ മനുഷ്യനെക്കാളും ഒരു വർഷം കൂടി താമസിച്ച് മരണപ്പെട്ട ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, രണ്ടുപേരും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്. ഒരാള് ഷഹീദായി ഒരു വർഷം മുമ്പേ മരിച്ചു, മറ്റേയാള് ഒരു വർഷം കഴിഞ്ഞ് മരിച്ചു. പക്ഷേ സ്വർഗത്തിൽ ചെന്നപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് മരിച്ച മനുഷ്യനെയാണ് സ്വർഗത്തെ കാക്കുന്ന മലക്ക് അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഷഹീദിനെയല്ലേ കൊണ്ടുപോകേണ്ടിയുള്ളത്? പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു വർഷം കഴിഞ്ഞ് മരിച്ച മനുഷ്യനെയാണ് കൊണ്ടുപോകുന്നത്. മഹാനായ തൽഹത്ത് റളിയല്ലാഹു അൻഹു ഇതൊരത്ഭുതമായി സ്വപ്നത്തെ കുറിച്ചുള്ള വിവരം നാട്ടുകാർ മുഴുക്കെ അറിഞ്ഞു. ഈ വിവരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവിയിലുമെത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം അറിഞ്ഞു. അങ്ങനെ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ ഇതിനകത്ത് അത്ഭുതപ്പെടുത്തിയത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഷഹീദായ മരിച്ച ആ മനുഷ്യനല്ലേ യഥാർത്ഥത്തിൽ നേരത്തെ സ്വർഗത്തിൽ പോകേണ്ടിയുള്ളത്? എന്നാൽ അദ്ദേഹത്തിനെക്കാളും ഒരു വർഷം കൂടി ജീവിച്ചിരുന്ന ആൾ സ്വർഗത്തിൽ പോകാനുണ്ടായ കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം റമളാൻ മാസത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അദ്ദേഹം റമളാൻ മാസത്തിൽ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഷഹീദായ മനുഷ്യനെക്കാളും ഒരു വർഷം കൂടി താമസിച്ച് മരണപ്പെട്ടയാൾ റമളാൻ നോമ്പ് അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ ആ റമളാനിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അതെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവർ രണ്ടുപേരും ഇടയിലുള്ള വ്യത്യാസം ആകാശഭൂമികളുടെ ഇടയിലുള്ളതിനേക്കാൾ എത്രയോ വിദൂരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ ഷഹീദായി മരണപ്പെട്ട മനുഷ്യനേക്കാൾ ഒരു വർഷം കൂടി ജീവിച്ചിരുന്ന റമളാൻ മാസത്തിൽ ഇബാദത്ത് ചെയ്ത മനുഷ്യൻ സ്വർഗത്തിൽ മുമ്പേ പോയി. പിന്നെയാണ് ഷഹീദായ മനുഷ്യൻ സ്വർഗത്തിൽ പോയത്. അപ്പൊ അതിന് കാരണം പരിശുദ്ധ റമളാനാണ്. ഇത് ഞാൻ പറഞ്ഞത് റമളാനിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നോമ്പ് യഥാർത്ഥമാണെങ്കിൽ അല്ലാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകി, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഈ റമളാൻ മാസത്തിൽ മാത്രമല്ല, റമളാൻ അല്ലാത്തപ്പോഴും നമുക്ക് ചെയ്യാവുന്ന ഒരു മഹത്തായ ദിക്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പൊ റമളാൻ മാസത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് പുണ്യങ്ങൾ അല്ലാഹു നമുക്ക് നൽകും. നാം ദുഹാ നമസ്കരിച്ചതിന് ശേഷം ഈ പറയാൻ പോകുന്ന ദിക്ർ പറഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടതിലെല്ലാം അല്ലാഹു വിജയം നൽകുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ദുആക്ക് പെട്ടെന്ന് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. ദുഹാ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത, അതിന്റെ മഹത്വങ്ങളും പല വീഡിയോകളിൽ ഞാൻ ഒരുപാട് വീഡിയോകൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. പുണ്യമായ ദുഹാ നമസ്കാരത്തിന് ശേഷം ദുഹാ സമയം വളരെ മഹത്വമുള്ള സമയമാണ്. ദുഹായുടെ സമയം അല്ലാഹുവിന്റെ മാലാഖമാർ ധാരാളം തസ്ബീഹ് ചൊല്ലുന്ന സമയമാണ്. മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, ദുഹാ നമസ്കരിച്ചതിന് ശേഷം ഈ ദിക്ർ നിങ്ങൾ ഒരു 17 വട്ടം പറഞ്ഞാൽ, എത്ര? ഒരു 17 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞാൽ അവന്റെ എല്ലാ വിഷമങ്ങളും, എത്ര? ദുഹാ നമസ്കരിച്ചതിന് ശേഷം ഈ ദിക്ർ ഒരു 17 പ്രാവശ്യം, 17 പ്രാവശ്യം പറഞ്ഞാൽ അവന്റെ എല്ലാ പ്രതിസന്ധികളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. ഒരുപാട് പേര് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉസ്താദേ, രോഗമുണ്ട്, അതുപോലെ തന്നെ ഭവനമില്ലാത്തവരുണ്ട്, കടക്കാരുണ്ട്, ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട്, കള്ളക്കേസുകൾ കൊടുക്കപ്പെട്ടവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്. അപ്പൊ ഈ മേഖലകളിലൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളെല്ലാം നീ ഞങ്ങൾക്ക് മാറ്റിത്തരണേ അല്ലാഹ്. അപ്പൊ ഈ മഹത്തായ ദിക്ർ നിങ്ങൾ നിത്യം ചൊല്ലി വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. തൊട്ടതിലെല്ലാം അല്ലാഹു ഉയർച്ച നൽകുന്നതാണ്. ഓരോ കുടുക്കുകളിൽ നിന്ന്, കള്ളക്കേസുകളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ്. അപ്പൊ ഈ ദിക്ർ ഏതാണ് നമുക്ക് നോക്കാം. റബ്ബി ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബി ഗ്ഫിർലി وارحمني وتب علي إنك أنت التواب الرحيم. رب اغفر لي وارحمني وتب علي إنك أنت التواب الرحيم. رب اغفر لي وارحمني وتب علي إنك أنت التواب الرحيم. ഈ
മഹത്തായ ദിക്ർ നിങ്ങൾ ദുആ നമസ്കാരത്തിന് ശേഷം ഒരു 17 പ്രാവശ്യം ചൊല്ലി അല്ലാഹുവോട് ദുആ ചെയ്യ്. പടച്ചവൻ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷമങ്ങളെ അല്ലാഹു നീക്കി തരുന്നതാണ് പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ ഓതുന്ന ഖുർആൻ, ഞങ്ങൾ ഓതുന്ന സൂറത്തുകൾ, ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആൻ, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകൾ, ഞങ്ങൾ ചൊല്ലുന്ന സലാത്തുകൾ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹുവേ. അതിന്റെ മജ്ലിസാണ് റബ്ബേ. മഹത്തുക്കളായ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന മാർഗങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ, ഇതെല്ലാം ഞങ്ങൾ ചെയ്യുമ്പോൾ നീ ഞങ്ങൾക്ക് ഫലം നൽകണേ അല്ലാഹ്. ഇരുലോക വിജയികളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, പരിശുദ്ധ റമളാൻ ഞങ്ങൾ ഓതിയ ഖുർആൻ, ഞങ്ങൾ നിസ്കരിച്ച തറാവീഹ്, ഞങ്ങൾ നിസ്കരിച്ച നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, നോമ്പുകൾ അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത ദാനധർമ്മങ്ങൾ മുഴുവൻ നീ സ്വീകരിക്കണേ അല്ലാഹ്. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സർവ്വവിധ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ പലരും രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും രോഗികളാണ്, രോഗം ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. പടച്ചവരെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബക്കാർ പലരും മരണപ്പെട്ടു പോയവർക്ക് നീ മാഫ് ചെയ്തതിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട്, ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. ഞങ്ങളെ കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാഹ്. റബ്ബേ, ജോലിയില്ലാത്തവരുണ്ട്, ജോലി നൽകണേ അല്ലാഹ്. ഭവനമില്ലാത്തവരുണ്ട്, ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങളിൽ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. പടച്ചവനെ, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ അല്ലാഹുവേ, പെട്ടെന്ന് മരണപ്പെടുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും അവരെയും നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഇണകൾ എല്ലാവരെയും നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ പടച്ചവരെ. അല്ലാഹു, ഒരുപാട് പ്രവാസികളും അല്ലാത്തവരൊക്കെ ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട് റബ്ബേ. അവർക്കൊന്നും നീ ഒരു അപകടങ്ങളും ഒരു ആപത്തും നൽകല്ലേ അല്ലാഹ്. സർവ്വവിധ ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, വേദനകൾ അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ ഖൈറുകളും നിലനിർത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. സർവ്വവിധ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളിൽ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. ഐശ്വര്യങ്ങൾ നൽകണേ അല്ലാഹ്. കേസുകളിൽ നിന്ന്, കള്ളക്കേസുകൾ, ജയിലുകളിലെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സന്താനങ്ങളിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ വസ്തുക്കളിൽ, ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീ എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ മുസീബത്ത്, ഇടങ്ങേറ്, ആപത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളോട് ദിക്ർ ചൊല്ലുന്ന മുഅ്മിനീങ്ങൾ, ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവർ എല്ലാവർക്കും ബർക്കത്ത് നൽകണേ അല്ലാഹ്. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളാണ്, വലിയ വലിയ വിജയങ്ങൾ നൽകണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.